നിങ്ങളുടെ കുഞ്ഞ് നവജാത ശിശുവോ വയസ്സിന് വയസ്സിൽ താഴെയോ ആണെങ്കിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 120 സെക്കൻഡ് ഇതായിരിക്കാം. ആദ്യത്തെ കരച്ചിൽ, ആദ്യത്തെ സ്പർശം. ആ നിമിഷത്തിൽ നിങ്ങളുടെ ലോകം മുഴുവൻ മാറുകയാണ്. ഈ ചെറിയ ഹൃദയമടിപ്പിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ള എല്ലാ സ്വപ്നങ്ങളും, നാളെക്കുറിച്ച എല്ലാ പ്രതീക്ഷകളും ഉള്ളത്. എന്നാൽ ചില സമയത്ത് നിശബ്ദത കൊടുങ്കാറ്റിനെ മറയ്ക്കുന്നു. ഒരു ചെറിയ ശ്വാസമുട്ടലായി ആരംഭിക്കുന്നത് പെട്ടെന്ന് അവരുടെ ശ്വാസം കവർന്നെടുത്തേക്കാം. ശാന്തമായ രാത്രികളെ നിരാശയിലാണ്ടുപോയ പ്രാർത്ഥനകളാക്കി മാറ്റിയേക്കാം. RSV അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിൻസൈഷ്യൽ വൈറസ് ന്യൂമോണിയയ്ക്കും നെഞ്ഞിലെ അണുബാധയ്ക്കുമുള്ള ഒന്നാമത്തെ കാരണം RSV ആണ്. 1 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ള ഒന്നാമത്തെ കാരണം RSV ആണ്. കോവിഡിനേക്കാൾ വലിയ പകർച്ചവ്യാധിയാണ് RSV. അതിനാൽ 10 കുഞ്ഞുങ്ങളിൽ 7 കൂടുതൽ പേർക്ക് 1 വയസ്സ് തികയുന്നതിന് മുൻപ് RSV അണുബാധ ഉണ്ടാകുന്നു. RSV അണുബാധ പൊതുവെ തീവ്രത കുറഞ്ഞതാണ്. പക്ഷേ പല സാഹചര്യങ്ങളിലും ഇത് ശ്വാസകോശത്തിൽ എത്തുകയും ഒരു കുഞ്ഞിന്റെ ശ്വാസകോശത്തെ ആയുഷ്കാലത്തേക്ക് നശിപ്പിക്കുകയും ചെയ്യാം. RSV കാരണം ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട 3-ൽ 1 കുഞ്ഞിനെ വരെ ദീർഘകാല ആസ്മ ഉണ്ടായേക്കാം. ഏകദേശം 40% പേർക്ക് ദീർഘകാല വീസിംഗ് അഥവാ ശ്വാസതടസ്സം. ഇത് കുഞ്ഞിന്റെയും മാതാപിതാക്കളുടെയും ഉറക്കത്തെ ബാധിക്കുന്നു. ഒരു രക്ഷിതാവിനെ സംബന്ധിച്ച് നിസ്സഹായതയേക്കാൾ വേദന മറ്റൊന്നുമില്ല. പക്ഷേ ആദ്യ ആലിംഗനത്തിൽ തന്നെ സംരക്ഷിക്കും എന്ന് നിങ്ങൾ പ്രതിജ്ഞയെടുത്തു. ഇന്ന് നിങ്ങൾക്ക് ആ വാഗ്ദാനം പാലിക്കാൻ കഴിയും. ലളിതമായ ശുചിത്വം, ശ്രദ്ധാപൂർവമായ പരിചരണം, സുരക്ഷിതവും ഫലപ്രദവുമായ RSV പ്രതിരോധ കുത്തിവെപ്പ് എന്നിവയിലൂടെ നിങ്ങളുടെ കുഞ്ഞിന് അവരുടെ ആദ്യ ദിവസം മുതൽ തന്നെ ഏറ്റവും ശക്തമായ പ്രതിരോധം നൽകാൻ നിങ്ങൾക്ക് കഴിയും. കുഞ്ഞുങ്ങൾ ഏറ്റവും ദുർബലരായിരിക്കുന്ന ആദ്യ സീസണിൽ അവരെ സംരക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു ഒറ്റ ഷോട്ടിൽ RSV പ്രതിരോധ കുത്തിവെപ്പ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ. RSV കാത്തിരിക്കില്ല. നിങ്ങളും അങ്ങനെ ചെയ്യരുത്. സുരക്ഷിതവും ഫലപ്രദവുമായ പ്രതിരോധ കുത്തിവയ്പിലൂടെ നിങ്ങൾക്ക് ഭയത്തെ മനസ്സമാധാനമാക്കി മാറ്റാനും നിങ്ങളുടെ ലോകം മുഴുവൻ അർത്ഥമാക്കുന്ന ജീവൻ സംരക്ഷിക്കാനും കഴിയും. RSVയിൽ നിന്ന് നിങ്ങളുടെ കുഞ്ഞിനെ സംരക്ഷിക്കുക. ഇന്ന് നിങ്ങളുടെ ഡോക്ടറെ സമീപിക്കുക. ನವಜಾತ ಅಥವಾ ಶಿಶುವಿನ ಇನ್ನೊಬ್ಬ ಪೋಷಕರೊಂದಿಗೆ ಇದನ್ನು ಹಂಚಿಕೊಳ್ಳಿ. ನೀವು RSVನಿಂದ ಮಗುವನ್ನು ಉಳಿಸಲು ಸಹಾಯ ಮಾಡಬಹುದು.